ചെറിയൊരു യാത്രയാണ്. അമ്പലത്തേക്കാണ് പോണത്. ഇവിടെയല്ല, ആലത്തൂർ മാങ്ങോട്ടുകാവ് ആ അമ്പലത്തേക്കാണ് കേട്ടോ. വീട്ടിൽ നിന്നൊന്നും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ പിന്നെ വഴിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ പതുക്കെ വഴിയോര കാഴ്ചയൊക്കെ കണ്ടങ്ങോട്ട് നീങ്ങാം. ഈ പാലം ഫേമസ് ആയ പാലം മനസ്സിലായില്ലേ? ചുവന്നമണ്ണ ആ ഭാഗത്തുള്ളൊരു കനാല് പാലം, അതാണ് ഈ പാലം. അതിൽ വെള്ളം വിട്ട സമയത്ത് ഭയങ്കരമായിട്ട് റീലും വീഡിയോസൊക്കെ കണ്ട് ഞങ്ങൾ വരണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും പോലീസൊക്കെ വന്ന് അവിടെ കടക്കാൻ പാടില്ല എന്നുള്ള ഒരു നിരോധനമൊക്കെ ഏർപ്പെടുത്തി. ആൾക്കാർ കൂടിയിട്ടാണ്. അപ്പം പിന്നെ പോയില്ല. ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും നോക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് വെള്ളം പോണ ഒരു സ്ഥലമാണെന്നുള്ളത് അറിഞ്ഞില്ല. വീഡിയോ കണ്ടപ്പോഴാണ് അതൊരു കനാല് പാല എന്നുള്ളത് അറിഞ്ഞത്. ഞാൻ വിചാരിച്ചത് ആൾക്കാർക്ക് കടക്കാനുള്ളതാവുമെന്ന്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കുതിരാൻ തുരങ്കെത്തിയിട്ടാണ്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ചേട്ടൻ വണ്ടി എടുത്തതും. പിന്നെ അത്ര വലിയ തിരക്കൊന്നും കണ്ടില്ല ആ റോട്ടിൽ. അപ്പോൾ വേഗം അങ്ങോട്ട് പാഞ്ഞു പോന്നു. എനിക്ക് ഈ വഴിയിലും ഇഷ്ടം പഴയ വഴിയാട്ടോ. ആ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ കിടക്കണത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ കൗതുകമൊന്നും തോന്നിയിട്ടില്ല. ഒരു വീർപ്പ് മുട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നോക്കണം. പക്ഷെ അപ്പുറത്തെ ഒരു വഴി കൂടെ പോകുമ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ തോന്നും. എന്നാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ ആ വഴിക്ക് കടന്നു കേട്ടാ. ഇതാണ് കേട്ടോ ആ വഴി. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറേ പേര് അങ്ങോട്ട് ചെല്ലണുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എത്ര ബ്ലോക്കിൽ കിടന്ന് എഴഞ്ഞഴഞ്ഞ് കയറി വന്ന വഴികൾ അതൊക്കെ. അതുപോലെ തന്നെ ആക്സിഡൻറ്റും. എപ്പോൾ പോയാലും ഒരേ വണ്ടികൾ ആക്സിഡൻ്റായിട്ട് സൈഡിൽ കിടക്കണതാണ്. അങ്ങനെ ഒരു കാഴ്ചയില്ലാണ്ട് ഈ വഴി കയറി വന്നിട്ടേ ഇല്ല. ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയിട്ട് ആ തുരങ്കം വന്ന കാരണം അങ്ങനെ കുറേ മോചനങ്ങൾ കിട്ടി. പക്ഷേ ഈ വഴി എന്തിനാണാവോ അവർ അടച്ചത്? ഇതിൽ കൂടെ കടന്ന് പോരുന്നവർക്ക് പോരാലോ. ഈ ഒരു പാലൊക്കെ ഓർമ്മയുണ്ടോ? ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വീതി തോന്നുന്നുണ്ട്. നേരിട്ട് അത്രയ്ക്കും ഇല്ല. ഒരു വണ്ടി കടന്ന് പോയതിന് ശേഷമാണ് അടുത്ത വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. അധികം വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം അവിടങ്ങളിലുള്ള കുട്ടികളൊക്കെ റോട്ടിൽ നിന്നിട്ടാണ് കളിക്കണത്. അതുപോലെ കുറേ ചേച്ചിമാർ അതെ റോട്ടിൽ നിന്നിട്ടൊക്കെ സംസാരിക്കണത്. അവർക്കിപ്പോൾ ഇതിൽ കൂടെ വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ അമ്പലത്തേക്ക് പോണ ഒരു സമയം രാവിലെയും വൈകിട്ടാവും കുറച്ച് തിരക്കുണ്ടാവുക. അല്ലാത്ത സമയമൊന്നും അധികം വണ്ടികൾ ഉണ്ടാവില്ല. ഇതിൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് ഇതുവരെ ഈ അമ്പലത്തിൽ ഇറങ്ങാവട്ടെ തൊഴാവട്ടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇവിടെ എത്തുമ്പോൾ ആകെ കൂടിയുള്ളത് കുറച്ച് ചില്ലറ പൈസ എറിയണം എന്നുള്ളത് മാത്രമായിരുന്നു. ആ ഒരു ലക്ഷ്യമാണ് ഈ ഒരു കയറ്റം കയറി വരുമ്പോൾ എപ്പോഴും ഉണ്ടാവാറ്. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഒന്ന് തൊഴണം എന്നുള്ളൊരാഗ്രഹത്തിൽ വന്നതാണ്. പക്ഷെ അത് നടന്നില്ല. നട തുറന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ പട്ടികൾക്ക് ഒരു ചേട്ടൻ ഫുഡ് ഇട്ട് കൊടുക്കണ കണ്ടു. ഇപ്പോൾ ഫുഡൊന്നല്ല കേട്ടോ, ഇവരുടെ ഫുഡ് തന്നെയാണ് ചേട്ടൻ പാക്കറ്റ് ഫുഡ് ഇട്ട് കൊടുത്ത് നോക്കണത്. അപ്പോൾ എനിക്ക് അകലത് നിന്ന് നോക്കിയപ്പോഴേ അതിലൊരു പട്ടീനെ രാജപാളയം എന്ന് പറഞ്ഞിട്ടൊരു പട്ടിയില്ലേ, അതിൻ്റെ ഇത്തിരി ഷേപ്പ് തോന്നി. ഞാൻ ഓടി വന്ന് വീഡിയോ എടുത്തപ്പോൾ അതല്ല, അകലെന്ന് തോന്നിയതാണ്. പക്ഷേ ആ പട്ടീനെ അധികം എടുക്കാൻ കിട്ടിയില്ല. അത് ഞാൻ അടുത്തേക്ക് വരുമ്പോൾ ഓടിപ്പോയി. പിന്നത്തെ ആശാന്മാർ ഇവരെ തന്നെ വലിയ ധൈര്യമൊന്നുമില്ല ഇവരുടെ അടുത്ത് നിൽക്കാനായിട്ട്. ഇവർ മൊബൈൽ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോയ തന്നെയാണ്. പിന്നെ ആ വഴിക്ക് കാണില്ല. ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞുണ്ട് അമ്പലത്തിലെത്തുമ്പോൾ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അയ്യപ്പന്മാർ തന്നെയാണുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരവർ. അവരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെന്തായാലും കാത്ത് ഇരുന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആലത്തൂർ പോകാനുള്ളതാണ്. അപ്പോൾ വഴി കുറച്ച് അങ്ങോട്ട് പോകണം. തുറന്നുണ്ടെങ്കിൽ ഒന്ന് കയറി തൊഴാന്ന് വെച്ചിട്ട് ഞാൻ കയറിയതാണ്. പക്ഷേ തുറന്നുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ട് കാടിൻ്റെ ഉള്ളിൽ ഈ ഒരു അമ്പലം കാണാനായിട്ട്. 2 ആനയും കൂടിയും വന്ന ആ ഫീൽ ഇത്തിരിയും കൂടി അങ്ങോട്ട് കൂടിപ്പോയി തന്നെ. അങ്ങനെ ഞാൻ വിചാരിച്ചു 2 ആനയും കൂടി ഇപ്പം ഒന്ന് ഇറങ്ങി വന്നെങ്കിലും. 2 എണ്ണം വേണ്ട, 1 എണ്ണമാണെങ്കിലും. പക്ഷെ വന്നില്ല. ഇപ്പം വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ഉള്ളവർക്ക് ഇത്തിരി സമാധാനം കിട്ടിയെന്ന് തോന്നുന്നു. ഈ വഴി എന്തിനാണാവോ ഇവർ അടച്ചത്? ഇതിൽ കൂടെ വരുന്നവർ വന്നോട്ടെ. എന്തിനാണോ അടച്ചത് അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഈ വഴി കൂടെ വരണമെന്ന് വലിയൊരാഗ്രഹം. അത് നടന്നതിൻ്റെ പേരിൽ ദൈവത്തിനോട് നന്ദിയും പറഞ്ഞ്
ഞങ്ങൾ അങ്ങോട്ട് പോവായി. വീഡിയോസൊക്കെ ഇതിന് മുന്നുള്ള ഈ ഭാഗത്തെ വീഡിയോസ് കാണുമ്പോൾ റോട്ടിക്ക് ഈ പുല്ല് കയറി വരുന്നതാണ് വീഡിയോയിൽ കണ്ടോക്കണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പം കാടിനോടും മലോടും യാത്ര പറഞ്ഞ് ഞങ്ങളങ്ങനെ ഹൈവേക്ക് കടക്കായിട്ടാണ്. പോണ വഴിക്ക് ആലത്തൂർ എത്തുമുപ്പാട് ഞങ്ങൾ എത്തുമുപ്പാട് അവിടെ നല്ലൊരു മഴ പെയ്തുണ്ട്. ആ മഴ പെയ്ത് പോയതിന് ശേഷം കണ്ടൊരു കാഴ്ചയാണ് ഈ മഴവില്ല്. മഴവില്ലിന് 7 നിറം എന്നൊക്കെ പറയും. ഇതുവരെ 7 നിറം ഒന്നും കണ്ടിട്ടില്ല. ഒരു 3-4 നിറം തന്നെ കണ്ടിട്ടുള്ളൂ. ഇപ്പം കാണുമ്പോഴും മനസ്സിൽ വിരിയുന്ന ചോദ്യമാണ് ബാക്കിയുള്ളതൊക്കെ എവിടെയാണ്. അങ്ങനെ അടുത്ത കുസ്തി ഞാൻ എൻ്റെ രേഷാണിനെ ഒന്ന് ഈ വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വണ്ടിയും വരുന്ന വല്ലാണ്ട് സാഹസം ചെയ്യാനായിട്ടുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ആൾക്ക് വലിയ താല്പര്യമില്ല വരാൻ. പോട്ടെ, നാളെ നമ്മൾ വലിയൊരു യൂട്യൂബറൊക്കെ ആവും. അപ്പം എൻ്റെ ചാനലിൽ മുഖം കാണിക്കാൻ കൊതിക്കും. അതുവരെ അവിടെ ഇരിക്കട്ടെ. ഹായ്, അടുത്ത ആൾ ഒരു സോഡ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. അപ്പം കണ്ട ഒരാളാണ്. ഇതിൻ്റെ നെറ്റിത്തെന്താണാവോ ഭസ്മ എന്തിട്ടാണോ മരുന്നാ മനസ്സിലാവുള്ളൂ. എനിക്ക് ഭസ്മം പോലെ തോന്നിയത്. ചെറിയൊരു മിന്നായം പോലെ ഞാനൊരു വീഡിയോ എടുത്തു. അതാണ് എൻ്റെ ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാണ് മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം. വന്ന സമയം വളരെ മോശമായിരുന്നു. അമ്പലം ഇവർ പുതുക്കിപ്പണിയാണ്. മഴ പെയ്ത് ചളി പിളി അഭിഷേകമായിട്ടാണ് കിടക്കണത്. കാല് കുത്താൻ നിവർത്തിയില്ല. കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ വെടുപ്പാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ ചളി പിളിയ. അമ്പലത്തിൻ്റെ അകത്തും അതേട്ടാ. അതിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണി നടക്കണ കാരണം, പിന്നെ വർഷക്കാലം കൂടിയല്ല. അപ്പോൾ പിന്നെ ചളിപിളി തന്നെയാവും. ഈ കല്ലൊക്കെ ഇനി വിരിച്ച് ബന്ധസാക്കി കഴിഞ്ഞാൽ ഇനി വരുമ്പോൾ ഈ അമ്പലം നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ പണി നടക്കണ കാരണം നമുക്കങ്ങനെ വിചാരിച്ച പോലെ ഒന്നും ഒരു അമ്പലത്തിൽ പോയൊരു ഫീലൊന്നും വന്നില്ല. അമ്പലം ഇങ്ങനെ വൃത്തിയില്ലാണ്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒട്ടും വൃത്തിയില്ലാത്ത കാരണം തൊഴാനോ ഒന്നിനും പറ്റിയില്ല. അങ്ങനെ കാലും കഴുകി നേരെ വീട്ടിലേക്കുള്ള യാത്രയിലായിട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഈ അമ്പലത്തേക്ക് വരുമ്പോഴേക്കും ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായി കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു പോസിറ്റീവ് വൈബൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ലോണം പോലെ പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഇല്ലാതില്ല. എന്നാലും പറയാനുള്ളത് ദേവിയോട് സങ്കടമായാലും സന്തോഷമായാലും എല്ലാതും പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് നേരെ പോവാണ്. ഒരു 7 മണി 7:15 കൂടി ഞങ്ങൾ വീട്ടിലെത്തുകയും ചെയ്തു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.